ഒരു മെമ്പർക്ക് ക്യാൻസർ വരുന്നതോടുകൂടി ആ കുടുംബത്തിന് വേണ്ടി കരുതി വെച്ച സമ്മേഷോട് മുഴുവൻ ചിലവാക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നല്ല കവറേജ് ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അല്ല 50 ലക്ഷം രൂപ 1 കോടിയൊക്കെ കവറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടില്ല. ഈ ഫാമിലി ഹിസ്റ്ററി കൊണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ക്യാൻസർ പ്ലാൻ എടുക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഒരു സംശയം സാർ, നമ്മുടെ 2 പോളിസികളുണ്ട്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ഒന്ന് ക്യാൻസർ കെയർ പോളിസി. ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉള്ള ആൾക്ക് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിന് കവറേജ് കിട്ടത്തില്ലേ? തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ പലപ്പോഴും കവറേജ് കുറവായിരിക്കും. നമ്മൾ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെപ്പോഴും കുറച്ചെടുക്കാൻ ശ്രമിക്കുള്ളൂ. 5 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിലാണെങ്കിൽ ഒരു മെമ്പർക്ക് ക്യാൻസർ വരുന്നതോടുകൂടി ആ കുടുംബത്തിന് വേണ്ടി കരുതി വെച്ച സമ്മേഷോട് മുഴുവൻ ചിലവാക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും അതിനിടയ്ക്ക് വേറൊരാൾക്ക് അസുഖം വരുമ്പോൾ കവറേജ് കിട്ടാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല കവറേജ് ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അല്ല 50 ലക്ഷം രൂപ 1 കോടിയൊക്കെ കവറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനൊരു കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടല്ലോ. ഇതിനോട് അനുബന്ധമായിട്ട് നമുക്ക് ഇപ്പോൾ ആളെ നിർത്തേണ്ടി വരാം, മറ്റ് ചിലവുകൾ, ഒരുപാട് ചിലവുകൾ വരും. ഇത് വന്നവർക്കറിയാം. അപ്പോൾ അത്തരം ചിലവുകൾ കവർ ചെയ്യാനുള്ള ഒരു കോമ്പൻസേഷൻ അത് മറ്റേ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടൂല. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഫാമിലി ഹിസ്റ്ററി കൊണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ക്യാൻസർ പ്ലാൻ എടുക്കുന്നത് നല്ലതാണ്.